ചമ്മന്തി അരയ്ക്കുന്നതിന് അമ്മ ഇവിടെ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, വറ്റൽമുളക്, കൊച്ചുള്ളി, ഇഞ്ചി ഇവയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വറ്റൽമുളക് ഇതിലോട്ട് മുറിച്ചിടുകയാണ് മിക്സിയുടെ ചെറിയ ജാറിലോട്ട്. അതിനുവേണ്ടി ഞാനൊരു 6 മുളകാണ് എടുത്തത്. എരിവുള്ള മുളകാണ്. അതിലോട്ട് ഇത്രയും കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ പീസ് ഇഞ്ചി. ഇതൊന്ന് ചെറുതായിട്ട് അരയ്ക്കാൻ പോവുകയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് തേങ്ങായി, തേങ്ങായും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കാൻ പോവുകയാണ്. നമ്മുടെ അരപ്പ് ഇതിൽ കുറച്ച് വെള്ളം കൂടെ വേണം. നമ്മുടെ ചമ്മന്തിയുടെ അരപ്പെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനതിന് കടുക് വറക്കാൻ പോവുകയാണ്. കറിവേപ്പില നമ്മുടെ അയ്യത്തൊന്ന് പറിച്ച് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക്, വെച്ച് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതൊന്ന് കുറച്ച് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്നത് അതിലോട്ട് ചേർത്ത് വെച്ചു. കുറച്ച് വെള്ളം കൂടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഇത്തിരി ഉപ്പ്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തീ നിർത്താൻ പോവാണ്. നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഇഡലിയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഇഡലി, തേങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തിയാണ്. തേങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇഡലിയും തേങ്ങാ ചമ്മന്തി മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.